അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിൻ്റെ അഹ്ലുകാർക്കും വലിയ പ്രാധാന്യം നൽകുകയും അവരെ ആദരിച്ചും ബഹുമാനിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ 6 തവണ ഒരു ദിവസം പല്ല് തേക്കണമെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ഒരു മനുഷ്യൻ 2 നേരം എന്തായാലും തേക്കണം. പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് വായക്ക് വാസനയുള്ളവർ കൂടുതലാണ്. ഉള്ള കാര്യം നമ്മൾ മറച്ചിട്ടൊരു കാര്യമില്ല. വായനാറ്റമുള്ളവർ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർ മനസ്സിലാക്കണം. ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രത്യേകം മനസ്സിലാക്കണം. അതിൻ്റെ കാരണം നമ്മൾ ധാരാളമായി ഇറച്ചി മീനും തിന്നുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. തിന്നാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്ന പരിഹാരം. സിവാക്ക് ചെയ്യണം. സിവാക്ക് എന്ന വാക്കിൽ പല്ല് മാത്രം തേക്കലല്ല, പല്ലും തേക്കണം, മോണയും തേക്കണം, നാവും തേക്കണം. അതിനാണ് സിവാക്ക് എന്ന് പറയുന്നത്. പല്ല് തേക്കൽ ചർച്ച ചെയ്ത എല്ലാ സ്ഥലത്തും പല്ലിന് നീളത്തിനും പിന്നെ നാവിന് നീളത്തിലും പല്ലിന് വീതിയിലും തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ പല്ല് മാത്രമല്ല, ഊന് തേക്കണം, നാവും തേക്കണം. ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന 200-ൽ പരം ഇനം ഉഷ്ണജീവികൾ നാവിൽ തങ്ങി നിൽക്കും. നമ്മളെ നാവിൻ്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാന്ന് വാദിച്ചിട്ട് കാര്യമില്ല. നാവിൻ്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. പിന്നെ നാവമ്മ കാണുന്ന മഞ്ഞക്കളറും വെള്ളക്കളറും എന്താ സാധനം? ആമാശയത്തിൽ നിന്ന്, കിഡ്നിയിൽ നിന്ന്, മലാശയത്തിൽ നിന്ന്, മൂത്രാശയത്തിൽ നിന്ന്, ശുക്ലാശയത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള വയറിനുള്ളിലെ ഇന്റേണൽ ഓർഗൻസിൽ നിന്ന് കയറി വരുന്ന ഉഷ്ണജീവികൾ തങ്ങി നിൽക്കുന്നതാണ് നാവിൽ കാണുന്ന കളറ്. അതുകൊണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി കളഞ്ഞെങ്കിൽ മാത്രമേ. വായനാറ്റത്തിൻ്റെ പ്രധാന കാരണം പല്ലല്ല, വായനാറ്റത്തിൻ്റെ പ്രധാന കാരണം നാവാണ്. നാവ് ക്ലിയറാക്കിയില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവും. പല്ല് ക്ലിയറാക്കിയിട്ട് കാര്യമില്ല. അണപ്പല്ലുകൾ തേക്കേണ്ടത് വായ അടച്ചു വെച്ചിട്ടാണ്. അണപ്പല്ലുകൾ ഒരിക്കലും വായ തുറന്നു വെച്ച് തേക്കരുത്. അണപ്പല്ല് വൃത്തിയാക്കാൻ വായ അടച്ചു വെച്ച് തേച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനും ബ്രഷിൻ്റെ പല്ലുകൾ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് അകവും പുറവും നന്നായി വൃത്തിയാക്കണം. എപ്പോഴെല്ലാം പല്ല് തേക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നാവും വൃത്തിയാക്കണം. നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. മലക്കുകൾ ഒഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം. കുടുംബജീവിതം തകരുന്നതിൽ വരെ ഈ വിഷയത്തിലെ സൂക്ഷ്മതക്കുറവ് വലിയ കാരണമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സാധാരണക്കാർ 2 നേരം നിർബന്ധമായും തേക്കണം. മുത്തഅല്ലിമീങ്ങൾ 6 തവണ തേക്കണം. 5 നിസ്കാരത്തിൻ്റെ കൂടെയും രാത്രി ഉറങ്ങുന്ന സമയത്തും. ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ബുദ്ധി നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കും. പറയുന്ന കാര്യം വേഗത്തിൽ മനസ്സിലാകും. മനസ്സിലാകുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, രാത്രി ഉറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രി ഉറങ്ങുമ്പോൾ നിർബന്ധമായും ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മുഖം, കയ്യിൻ്റെ ഉൾഭാഗം, കാലിൻ്റെ ഉൾഭാഗം, വെളുത്ത ഭാഗം. ആയിക്കൂടെ കയ്യൊന്ന് രേശം കണ്ട് നീട്ടിക്കഴുകി തല ഒന്ന് തടയും ചെയ്താലും ഒതുവായി. അത്രയേ ഉള്ളൂ സംഗതി. ഒതുവാക്കാം. പക്ഷെ 3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, മുഖം ഒന്ന് സോപ്പിട്ട് കഴുകുക. കയ്യും കാലും സോപ്പിട്ട് കഴുകുക. കൈ കഴുകണത് മുട്ട് വരെ കഴുകുക. നീയത്ത് മറക്കാതിരിക്കുക. തലമൊന്ന് തോണ്ടുക. സംഗതി ഒതുവായി. ഇത് വളരെ പ്രധാനമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? വിരിപ്പ് നന്നായി വിരിക്കണം. ഒരു കാരണവശാലും വൃത്തിയില്ലാത്ത വിരിപ്പിൽ കിടന്നുറങ്ങരുത്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വിരിപ്പ് വിരിച്ചതിന് ശേഷം മടക്കില്ലാതെ വിരിക്കണം. വിരിപ്പിൽ വരുന്ന മടക്കുകളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദനയുടെ കാരണം. അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് വിരിക്കണം. നേരത്തെ വിരിച്ചു വച്ചിരുന്നതാണെങ്കിൽ എടുത്ത് 3 പ്രാവശ്യം കൊടയണം. അതിനുശേഷം വിരിക്കണം. ശരീരവേദന മാറാൻ നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. പ്രായമായ ആൾക്കാർക്കും പറ്റും. കിടക്കാൻ ചെല്ലുമ്പോൾ വിരിപ്പ് എടുത്ത് 3 തവണ കൊടയാം.
എന്നിട്ട് മടക്കില്ലാതെ നന്നായിട്ട് നിവർത്തി വിരിക്കുക. എന്നിട്ട് കട്ടിലുമ ചെന്നിരിക്കണം. തോനൊന്നും വേണ്ട. ഒരു ഫാത്തിഹ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. കയ്യിൽ ഊതുക. തല മുതൽ കാല് വരെ ഒന്നിച്ചൊന്ന് തടവുക. ഒരു ഖുൽ ഹുവല്ലാഹു അഹദും കൂടി ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരു പ്രാവശ്യം കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരായത്തുൽ കുർസി ഓതുക. ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന ദിക്ർ അറിയണോർ അത് ചെല്ലുക, അല്ലാത്തൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലുക. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് സുഖമായി ഉറങ്ങുക. എന്താ എത്ര ഉറങ്ങിയിട്ട് നമുക്ക് പൂതിയില്ലാത്തത്? ഉറക്കത്തിൻ്റെ നിയമം പാലിക്കാത്തതുകൊണ്ടാണ്. നിയമം പാലിക്കാതെ ഏത് കാര്യം ചെയ്താലും മനസ്സിന് റാഹത്തിട്ടൂല. വണ്ടി ഇങ്ങനെ പോകേണ്ടതിന് പകരം പോലീസിലൊക്കെ നോക്കുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങനെ പോയാൽ എന്തായാലും മനസ്സിന് റാഹത്തുണ്ടാവില്ല. നിയമം പാലിച്ചില്ലെങ്കിൽ മനസ്സിന് റാഹത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് നിർബന്ധമായും ഉറങ്ങുമ്പോൾ ഈ കാര്യം സൂക്ഷിച്ചാൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് മടക്കുക. പഴയമാതിരി വിരിപ്പ് പഴയതുപോലെ വിരിക്കുക. പുതപ്പ് മടക്കിയിട്ട് തലയുടെ മേലെങ്ങനെ ഉഷാറായിട്ട് വെച്ചാൽ ആ ഹോസ്റ്റലിലേക്ക് ആര് കയറി വന്നാലും ആരാ ഇവിടുത്തെ മാനേജറും ചോദിക്കും. വിരിപ്പ് വൃത്തിയായി വിരിക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ ഏറ്റവും വൃത്തിയുള്ള ഹോസ്റ്റലായി നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിനെ മാറ്റാം. അത് മാത്രം ചെയ്താൽ മതി. ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാം. അതുകൊണ്ട് വലിയ കാര്യത്തിൽ നമ്മളൊക്കെ സൂക്ഷ്മത ഉള്ളവരാണ്, ആരും സൂക്ഷിക്കാത്തവരല്ല. 10,000 രൂപ കള്ളനും സൂക്ഷിക്കും. 10 പൈസ സൂക്ഷിക്കാൻ ഏറ്റവും വലിയ മുത്തഖിയായിരിക്കണമെന്നാണ്. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠിക്കണം, നല്ലോണം പഠിക്കണം, നന്നായി പഠിക്കണം. ഉള്ളതനുസരിച്ച് അമൽ ചെയ്താൽ കൂടുതൽ കൂടുതലായി അവനിലേക്ക് വന്നുകൊണ്ടിരിക്കും. വിവരം 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം, അതിന് കസ്ബിയായ ഇൽമ് എന്നാണ് പറയാം. രണ്ടാമത്തൊന്നുണ്ട് വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് ഓശാരമായി ലഭിക്കുന്ന വിജ്ഞാനത്തിനാണ് വഹബിയായ ഇൽമ് എന്ന് പറയാം. കസ്ബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും നിങ്ങളെല്ലാവരും വന്നു, നിങ്ങളിവിടെ അങ്ങനെ ഇരിക്കുന്നു, സയ്യിദന്മാർ ആലിമീങ്ങൾ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. ഇതിനാണ് കസ്ബിയായ ഇൽമ് എന്ന് പറയുന്നത്. വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അധ്വാനമില്ലാതെ ലഭിക്കുന്നു. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, വഹബിയായ ഇൽമ് തെറ്റൂല. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം തെറ്റും. എന്താ കാരണം? പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റും. പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റി, എന്നാൽ പഠിച്ചവൻ എന്തായാലും തെറ്റും, ഉറപ്പാണ്. വഹബിയായ ഇൽമ് തെറ്റൂല. എന്തുകൊണ്ട്? അതിൽ പഠിപ്പിക്കുന്ന ആളുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് തെറ്റാത്തതിൻ്റെ കാരണം. വഹബിയായ ഇൽമാർക്കാ കിട്ടുക? ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ വന്നു ചേരുന്ന വിവരങ്ങൾക്കാണ് വഹബിയായ വിജ്ഞാനം എന്ന് പറയുന്നത്. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യാൻ തയ്യാറാവണം. നാഫിയായ ഇൽമ്, ലാറായ ഇൽമ് എന്ന് പറഞ്ഞിട്ട് ഇൽമ് 2 എണ്ണമില്ല, ആളാണ് 2 എണ്ണം. നാഫിയായ ഇൽമാണ് ചിലത് എന്ന് പറയും, ചിലത് ലാറായ ഇൽമാണ് എന്ന് പറയും. അങ്ങനെ 2 എണ്ണമില്ല. നാഫിയായ മനുഷ്യനും ലാറായ മനുഷ്യനാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഏത് പഠിച്ചാലും കുഴപ്പം തന്നെയാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഖുർആൻ പഠിച്ചു, അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ പഠിച്ചു, എന്നാലും കുഴപ്പം തന്നെ ഉണ്ടാവുക. ഉപകാരപ്രദമായ മനുഷ്യൻ എന്ത് പഠിച്ചാലും അതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുക. ഇൽമിൻ്റെ മറവി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. ഇൽമിൻ്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ഉപകാരമില്ലാതെ പോകലാണ്. ഇൽമ മറക്കാനുള്ള കാരണം ഗുരുവിനെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. ഇൽമ മറക്കണതിൻ്റെ കാരണം പഠിപ്പിച്ചു തന്നവനെ നിസാരമായി കാണുന്നതാണ് ഇൽമിൻ്റെ മറവിയുടെ കാരണം. അങ്ങനെ മറന്നാലും പിന്നെ ഓൻ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും. ഇൽമിൻ്റെ മറവി പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. ഇൽമിൻ്റെ മറവി എന്ന് പറഞ്ഞാൽ ആ പഠിച്ചത് ഉപകാരമില്ലാതെ പോകലാണ്. MBBS കഴിഞ്ഞിട്ട് ആശുപത്രി സ്വന്തമായി ഉണ്ടാക്കിയിട്ട്
അവിടേക്ക് പരിശോധനയ്ക്ക് സർജറിക്ക് വരുന്ന ആൾക്കാരുടെ കിഡ്നി കച്ചവടാക്കലാണ് പരിപാടിയെങ്കിൽ ടീച്ചറെ മഷി കുടഞ്ഞിട്ടുണ്ട് എന്നുറപ്പാണ്. ഗുരുവിനെ നിസ്സാരമാക്കിയവനെ പഠിച്ചത് ഉപകാരമില്ലാതെ പോവുകയുള്ളൂ എന്നർത്ഥം. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇത് മാത്രമല്ല, കുവൈത്ത് പോയി അല്ലെങ്കിൽ ഖത്തർ പോയി അല്ലെങ്കിൽ സൗദിയെ പോയി ജ്വല്ലറി തുടങ്ങി നോക്കി, കണ്ണടപ്പീട തുടങ്ങി നോക്കി, ചായ കച്ചവടം തുടങ്ങി നോക്കി, ഹോട്ടലിട്ട് നോക്കി, കടത്തിന് മേൽ കടം കൂടി വരുന്നു. അവസാനം ഒജീനം തടയപ്പെടുന്നു, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. എങ്കിൽ ഗുരുവിനെ നിസ്സാരമാക്കിയവന് മാത്രമേ അങ്ങനത്തെ ഒരു ദുരവസ്ഥ വരുള്ളൂ. അല്ലാത്തൊരാൾക്കും അള്ളാഹു ഒജീനം തടയപ്പെടുകയില്ല. പടച്ച തമ്പുരാൻ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ളതാണ് ഭക്ഷണം. ഭക്ഷണം നൽകൽ അല്ലാഹു തആല ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു മനുഷ്യന് തടയപ്പെടണമെങ്കിൽ അവൻ്റെ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭക്ഷണം തടയപ്പെടും. അപ്പം അതുകൊണ്ട് നമ്മളെ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചവരാണ്. അതിൻ്റെ ഹുറുമത്തുകളെ പാലിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് ഔദാര്യമായി വിജ്ഞാനങ്ങളെ വർഷിപ്പിച്ചു തരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ വന്നു ചേരും. അതിനുള്ള ഒരു ഒരുക്കവും അതിനുള്ളൊരു മാനസികമായ തയ്യാറെടുപ്പുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മളൊരു വിഷയം പഠിക്കുന്നത് ഒറിജിനൽ സ്രോതസ്സിൽ നിന്നായിരിക്കണം. ഏത് കാര്യവും ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് മാത്രം പഠിക്കണം. ഇസ്ലാം മതം പഠിക്കേണ്ടത് മുസ്ലിമിൽ നിന്നാണ്. ദീനിയായ വിജ്ഞാനം പഠിക്കേണ്ടത് ദീനിയായ വിജ്ഞാനം ഉള്ളവനിൽ നിന്നാണ്. ഖുർആൻ പഠിക്കേണ്ടത് ഖുർആൻ അറിയുന്നവനിൽ നിന്നും ഓതുന്നവനിൽ നിന്നുമാണ്. നിസ്കാരം പഠിക്കേണ്ടത് നിസ്കരിക്കുന്നവനിൽ നിന്നാണ്. നോമ്പ് പഠിക്കേണ്ടത് നോമ്പ് നോൽക്കുന്നവനിൽ നിന്നാണ്. ഏത് അമലുകളെയും അതിൻ്റെ ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് പഠിക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് വലിയ വലിയ ആളുകളായി വലിയ വലിയ മഹത്തുക്കളായി മാറാൻ സാധ്യമാകുന്നത്. സലാമത്തിൻ്റെ അഹലുകാരായി നമുക്ക് നിലയുറപ്പിക്കാൻ കഴിയണം. എന്നാൽ മലക്കുകളുടെ സമീപനം നമുക്ക് കിട്ടും. ഒരു മനുഷ്യനെ ഉയർന്നാൽ മലക്കിനേക്കാൾ മേലെ പോകും. മനുഷ്യൻ താഴേക്ക് പോയാൽ മൃഗത്തിൻ്റെയും താഴെ പോകും. മനുഷ്യൻ ഉയർന്നാൽ മലക്കിൻ്റെ മേലെ പോകുമെന്നതിൻ്റെ തെളിവാണ് മിഅ്റാജ്. മലക്കുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മലക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ബഹറുന്നൂർ എന്ന പേരായ വലിയൊരു പ്രകാശത്തിൻ്റെ തടാകത്തിൻ്റെ അടുക്കലെത്തി മിഅ്റാജിൻ്റെ രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും പോകുമ്പോൾ ആ ബഹറുന്നൂർ എന്ന പ്രകാശ താഴ്വാരത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോരാൻ എനിക്ക് അനുമതിയില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, അള്ളാഹുവുമായി സംഭാഷണം നടത്താനാണ് നിങ്ങൾ പോകുന്നത് എന്നറിയിച്ചു. മലക്കുകൾക്ക് പ്രവേശനം നൽകാത്ത സ്ഥലം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുകളിലാണ് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നു. മലക്കിന്റെ മേലെ പോകാം മനുഷ്യന്, താഴേക്ക് പോയാൽ മൃഗത്തിൻ്റെയും താഴെ പോകും. ഉലായിക കൽ അൻആമി ബൽഹും അദല്ല് എന്ന് പറഞ്ഞുകൊടുത്ത് എന്തിൻ്റെ മാതിരിയാന്ന് പറഞ്ഞിട്ടില്ല. ഉലായിക അവര് കൽ അൻആമി മൃഗത്തെ പോലെയാണ്, ബൽ അങ്ങനല്ല, ഹും അവർ അദല്ലു അതിനേക്കാൾ താഴെയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിൻ്റെ മാതിരിയാന്ന് പറഞ്ഞില്ല. കാരണം അതിൻ്റെ താഴത്തേക്ക് ബന്ധം തന്നെ ഉള്ളു, വേറൊരു സാധനം ഇല്ല എന്നാണ്. അതേമാതിരി ഒരു സാധനം പറയണമെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവണ്ടേ. മനുഷ്യൻ കേടെന്നാലും ഓൻ്റെ താഴത്തേക്ക് പോണ വേറൊരു സാധനം ഭൂമിയിൽ ഉണ്ടാവില്ല, ഓൻ തന്നെയുള്ളത്. ഏറ്റവും അതപ്പതിച്ചവൻ കേടുവന്ന മനുഷ്യൻ തന്നെയാണ്. നല്ലത് കേടെന്നാൽ വളരെ മോശമാവും, കേടെന്ന് നന്നായാലോ വളരെ ഉഷാറാവും ചെയ്യും. അങ്ങനെയാണ് മഹാനായ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് ഒരു സെക്കൻഡ് കൊണ്ട് കുത്തുബുകളിൽ ഉൾപ്പെട്ട ആളുകളുടെ കഥയുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനം നേടിയ ആളുകളായ ഒരുപാട് ആളുകളുടെ കഥ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നന്നാവാൻ എളുപ്പമുണ്ട്, കേടരാനും അതേമാതിരിയാണ്. നന്മയെ നമ്മൾ വിചാരിക്കണം, നന്മയെ നമ്മൾ ലക്ഷ്യമാക്കണം, നല്ലവരുമായി കൂട്ടുകൂടണം, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ദുആ ചെയ്യുകയും വേണം. നല്ലവരുമായുള്ള സുഹബത്ത് വളരെ പ്രധാനമാണ്. ഒരു നല്ല മനുഷ്യൻ്റെ നോട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ, മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മളൊന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മളെ നോക്കണമെന്നില്ല, തങ്ങൾ പാപ്പ ഒരിക്കലും നോക്കിയപ്പോൾ നമ്മളവിടെ ഉണ്ടായാലും മതി.
നോട്ടത്തിൽ പെട്ടാലും മതി. കാഴ്ചക്കും കേൾവിക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുന്നതും ഒരേ മാതിരിയാണ്. ഒരാൾ ഖുർആൻ ഓതുന്നതും ഒരാൾ ഓതുന്നതും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതും ഒരേ മാതിരിയാണ്. ഒരാൾ വഅദ് പറയുന്നതും വേറൊരാൾ അത് കേൾക്കുന്നതും ഒരുപോലെയാണ്. ഒരാൾ ഗീബത്ത് പറയണതും വേറൊരാൾ അത് കേൾക്കുന്നതും ഒരേ മാതിരിയാണ്. ഗീബത്ത് പറയാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഗീബത്ത് കേൾക്കാൻ പാടില്ല എന്ന് നമ്മളാരും ആലോചിച്ചിട്ടില്ല. നുണ പറയണത് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കേൾക്കലും ഒരേ മാതിരിയാണ്. പറയണില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനപ്പെടണ്ട, കേൾക്കാനും പറ്റൂല. പറയാൻ പാടില്ലാത്തത് കേൾക്കാനും പാടില്ല. പറഞ്ഞാൽ കൂലിയുള്ളത് കേട്ടാലും കൂലിയുണ്ട്. കാഴ്ചക്കും ഇതുപോലെ തന്നെയാണ്. നോക്കുക എന്ന് പറയുന്നതും നോട്ടത്തിൽ പെടുക എന്ന് പറയുന്നതും അങ്ങോട്ട് നോക്കലും ഇങ്ങോട്ട് നോക്കലും ഒരേ മാതിരിയാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പാനെ നമ്മൾ അങ്ങോട്ട് നോക്കലും തങ്ങൾ പാപ്പ നമ്മൾ അങ്ങോട്ട് നോക്കലും ഒരേ മാതിരിയാണ്. നോട്ടം അങ്ങോട്ട് കിട്ടിയാലും നോട്ടം ഇങ്ങോട്ട് കിട്ടിയാലും ഒരേ മാതിരിയാണ്. അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. ഉള്ള അവസരങ്ങൾ മുതലാക്കാനും നമുക്ക് പറ്റണം. കുറച്ചു കാലം നമ്മുടെ ജീവിതമുള്ളൂ. ഉള്ള കാലം കൊണ്ട് മുതലാക്കാൻ നമുക്ക് കഴിയണം. അവസരങ്ങൾ അള്ളാഹു നമുക്ക് കൊണ്ടുവന്നു തരും. അവസരമില്ലാത്തൊരു മനുഷ്യനുമില്ല. അത് പല രൂപത്തിലായിരിക്കും കൊണ്ടുവന്നു തരിക എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടും. വാസ്തവത്തിൽ ഒരാളെ ബഹുമാനിക്കൂല, അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. എല്ലാവരും ആദരിക്കുക, എല്ലാവരും ബഹുമാനിക്കുക എന്നുള്ളത് നമുക്കില്ല. നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും ഇന്നോരൊക്കെ ആദരിക്കേണ്ടവരാണ്, ഇന്നോരൊക്കെ ആദരിക്കാതിരിക്കേണ്ടവരാണ്. ആദരിക്കണമെന്ന് ലിസ്റ്റിലുള്ളവരെ മാത്രമേ നമ്മൾ ആദരിക്കുള്ളൂ. അല്ലാത്തവരെ മുഴുവനും അനാദരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതിൻ്റെ ഇടയിൽ ആദരിക്കപ്പെടേണ്ട പലരും നമ്മളറിയാതെ കടന്നു പോകും എന്ന് നമ്മൾ ഓർക്കണം. ഷുജായി മൊയ്തു മൗലവിൻ്റെ ഒരു കഥ ഉണ്ട്. പഴയ കാലത്ത് വലിയ വയല് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഷുജായി മൊയ്തു മൗലവി. സഫലമാല എന്ന പേരിൽ ഷുജായി മൊയ്തു മൗലവിൻ്റെ ഒരു പാട്ടുണ്ട്. ഒരുപാട് നസീഹത്തുകൾ, സ്വർഗം, നരകം, മനുഷ്യൻ്റെ ജീവിതം, അഹങ്കാരം, വിനയം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സഫലമാല നല്ലൊരു സാലിഹായ മനുഷ്യനാണ്. വിലായത്തിനെ പാട്ടുകൊണ്ട് ഒളിപ്പിക്കപ്പെട്ട ആളാണ് ഷുജായി മൊയ്തു മൗലവി. അള്ളാഹു പല വിലായത്തുകളെയും പലതുകൊണ്ട് മറച്ചു വെക്കും. ചിലത് പിരാന്തുകൊണ്ട് മറച്ചു വെക്കും, ചിലത് പാട്ടുകൊണ്ട് മറച്ചു വെക്കും, ചിലത് യാചന കൊണ്ട് മറച്ചു വെക്കും. വിലായത്ത് അള്ളാഹു പല വിഷയം കൊണ്ട് മറച്ചു വെക്കും. വിലായത്തിനെ ചിലപ്പം കർമ്മശാസ്ത്രം കൊണ്ട് മറച്ചു വെക്കും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയാണ് എന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ വിലായത്തിനെ കർമ്മശാസ്ത്രം കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ട്. വിലായത്തിനെ പാട്ടുകൊണ്ട് മറച്ചു വെച്ച ആളായിരുന്നു ഷുജായി മൊയ്തു മൗലവി. പരിശുദ്ധമായ ഹറമിൽ പോയി 2 ഹറമുകളും സന്ദർശിച്ചു. റൗള ഷരീഫിൽ സന്ദർശിച്ചു, സിയാറത്ത് ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്തു. അള്ളാഹിന്റെ റസൂലിനെ മദീനയിൽ വെച്ച് സ്വപ്നത്തിൽ കണ്ടപ്പോ ഷുജായി മൊയ്തു മൗലവി പറഞ്ഞു, എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു വഴികാട്ടിയെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു വഴികാട്ടിയെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. മുസ്തഫായ നബി തങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു, നിങ്ങളെ കയ്യിലുള്ള തസ്ബീഹ് ചെല്ലണ മാലല്ലേ, തസ്ബീഹ് ചെല്ലണ മാല, ആ മാല ഒരാൾ ചോദിച്ചു വരും, അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ വഴികാട്ടി, നിങ്ങളുടെ ഷെയ്ഖ് മുറബ്ബി എന്ന് പറഞ്ഞു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ. ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഷുജായി മൊയ്തു മൗലവി തസ്ബീഹ് മാല കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല. എപ്പോഴും ഇങ്ങനെ തസ്ബീഹ് മാലയിട്ട് ഇങ്ങനെ നടക്കും, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. മൂപ്പര് സ്വകാര്യത്തിൽ പിന്നെ ആ തസ്ബീഹ് മാല പിടിച്ചില്ല, അതിങ്ങനെ കാണിച്ച് നടക്കും. കഅബ ഷരീഫിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെ കുറേ നടന്നു നോക്കി, മക്കത്തും മദീനത്തൊക്കെ കറങ്ങി നോക്കി, ആരും ചോദിച്ചില്ല. അവസാനം നാട്ടിലേക്ക് വന്നു. വയല് പറയാൻ പോകും എന്നും വയല് പറഞ്ഞിട്ട് രാത്രി ബസ്സിലൊക്കെ കയറി, ലോറിയിലൊക്കെ കയറി രാത്രി മടങ്ങിയെത്തും. ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പെരേക്ക് നടന്നു പോകുമ്പോൾ ചൂട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ മിന്നിയിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ ഒരു ചെറിയ തട്ടുകട, ആ തട്ടുകടയിൽ നിന്ന് 25 പൈസ 50 പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ട് കത്തിച്ച് ഇങ്ങനെ മിന്നിയിട്ടാണ് പോവുക. എന്നും ചൂട്ട് വാങ്ങും, അതിൻ്റെ പൈസ കൊടുക്കും. ഒരു ദിവസം വയല് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വന്ന് ചൂട്ട് വാങ്ങിയപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, ഇന്ന് പൈസ വേണ്ട, ആ തസ്ബീഹ് മാല എടുത്ത് തന്നാൽ മതി പറഞ്ഞു. ഷുജായി മൊയ്തു മൗലവി പറഞ്ഞു, ഈ തസ്ബീഹ് മാല അങ്ങനെ കണ്ട ചൂട്ടച്ചവടക്കാർക്കൊക്കെ കൊടുക്കാനുള്ള ഒന്നല്ല, തരില്ലായിരുന്നു. ഈ തസ്ബീഹ് മാല തരില്ലായിരുന്നു, ഇത് അങ്ങനെ കൊടുക്കാനുള്ള മാല ഒന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചൂട്ടച്ചവടക്കാരൻ ചിരിച്ചിട്ട് പറഞ്ഞു, അള്ളാൻ റസൂല് തരാൻ പറഞ്ഞ തസ്ബീഹ് മാലല്ലേ, അവിടെ തന്നാളി പറഞ്ഞു. അതിലാണ് കൊടുത്തു തസ്ബീഹ് മാല. നമ്മൾ ഒരുപാട് മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാകാനുള്ള അവസരം എല്ലാവർക്കും തരുന്നുണ്ട്.
ഇത് എനിക്കുള്ള അവസരമാണെന്ന് മനസ്സിലാവാത്തതാണ് പ്രശ്നം. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവന് ഏറ്റവും വലിയ പരാജയമാണ്. നമ്മളൊരു നല്ല അവസരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതാണ് ഇൽമിൻ്റെ വഴി എന്ന് പറഞ്ഞത്. പലർക്കും കൊടുക്കാത്ത സൗഭാഗ്യം അള്ളാഹു നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സൗഭാഗ്യം. അതുകൊണ്ട് ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഇൽമിൻ്റെ വഴിയിൽ ശൈത്താൻ ഷെയ്പ്പാക്കണ അത്ര വേറെ ഒരു വഴിയിലും ഷെയ്പ്പാക്കൂല എന്നാണ്. ഏറ്റവും കൂടുതൽ പിശാചിൻ്റെ ശല്യമുള്ളത് ഇൽമിൻ്റെ വഴിയിലാണ്. കാരണം വരുന്ന തലമുറയെ കൂടി നന്നാക്കിയെടുക്കാൻ ആലിമുകൾക്ക് കഴിയും എന്നതിനാൽ അവരെ മോശാക്കാനുള്ള പ്രവർത്തനം, അവരെ പിന്തിരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരുടെ അടുത്തുനിന്നും ഉണ്ടാകുക. നന്നായി പ്രവർത്തിക്കണം. ഒരു പരാജയം ഉണ്ടാവില്ല. അത് ശൈത്താൻ വെറുതെ പറയാണ്. ഒരു പരാജയം ഉണ്ടാവില്ല. ചില അടിസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് രക്ഷിതാക്കളും കുറച്ച് സ്ത്രീകളൊക്കെ ഈ സംസാരം കേൾക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ ഒരുപാട് കുടുംബ സംഗമങ്ങൾക്ക് പോകാറുണ്ട്, ഒരുപാട് കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു തികഞ്ഞ മൂല്യർ എന്തായാലും വേണം. എല്ലാവരും മൂല്യന്മാരാവണം എന്ന് ഞാൻ പറയണില്ല, എല്ലാവരും അത്യാവശ്യം പഠിക്കണം എന്നേ പറയണുള്ളൂ. എല്ലാവരും ഒരു മുത്തഫരീദ്, ഒരു നൂറുൽ അബ്സാർ, ഒരു ഫത്വ മുഈൻ എല്ലാവരും ഓതണം. പഴയ കാലത്ത് ഓതിയെന്നു. എല്ലാവരും വലിയ വലിയ മൂല്യന്മാരാണെന്നല്ല ഞാൻ പറയണത്. ഒരു കുടുംബത്തിൽ ഒരു തികഞ്ഞ മൂല്യരുണ്ടാവണം. അല്ലെങ്കിൽ കുടുംബ സംഗമം നടത്തി കുടുംബത്തിന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കണം. ചിലപ്പോൾ അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആൾക്കാർ പരിചയപ്പെടും. എവിടെയെന്ന് ചോദിക്കും, ഇന്നോടത്താണ്. എവിടെ ജോലി ഇന്നോടത്താണെന്ന് പറഞ്ഞാൽ അവിടെ ദർസുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, അവിടെ ദർസൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, അവിടെ ഇപ്പോൾ ദർസുണ്ട്, മുമ്പ് ദർസുണ്ടായിരുന്നില്ല. ദർസില്ല എന്ന് പറഞ്ഞാൽ ഓല് പറയും ഇപ്പം ഇതിനെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ദർസൊന്നും ഇപ്പോൾ തീരെ ഇല്ല. അപ്പോൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മൂപ്പരോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കും. എനിക്ക് 4 ആൺകുട്ടികളുണ്ട്, 3 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളൊക്കെ കെട്ടിച്ചോ? പെൺകുട്ടികളെ കെട്ടിച്ചു. ആൺകുട്ടികളൊക്കെ അക്കരമയാണ്, കുവൈത്തിലാണ്, ഖത്തറിലാണ്. മൂല്യന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ആരും മൂല്യരല്ല. എന്ന് പറഞ്ഞാൽ ആർക്കും അവനാൻ്റെ മക്കളെ മൂല്യന്മാരാക്കാൻ പറ്റൂല എന്ന നാട്ടിൽ കുറേ മൂല്യന്മാർ വേണേനോ. ഇതെങ്ങനെ നടക്കുക? അതിനായിട്ട് ഇപ്പോൾ കുറേ മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വരുന്നില്ല. അവനാൻ്റെ കുട്ടികളെ മൂല്യന്മാരാക്കിയാൽ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു തികഞ്ഞ മൂല്യർ, ഒരു ആലിമുണ്ടായിരിക്കണം. വിഷയങ്ങൾ ചോദിക്കാനും പറയാനും അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് രക്ഷിതാക്കൾ കൂടി ഉള്ള ഒരു സംഗമം എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഉത്ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ വഴി എന്ന് പറയുന്നത് മൻ സലക ത്വരീഖൻ ഇലൽ ഇൽം സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിൻ്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. പഠിക്കണതിനനുസരിച്ച് വിവരമില്ല എന്നുള്ള വിവരമാണ് വേണ്ടത്, അല്ലാതെ എനിക്ക് വിവരമുണ്ട് എന്നുള്ള വിവരമല്ല വേണ്ടത്. അതിന് പഠിപ്പെന്ന് അറിയില്ല. നരകുടം തുളുമ്പൂല എന്നാണ്, അരക്കുടെ തുളുമ്പുള്ളൂ എന്നാണ്. ഒരാൾ തോനെ പഠിച്ചാലും അവന് മനസ്സിലാകേണ്ട കാര്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ്. ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കിയ വിവരം തന്നെ വളരെ കുറച്ചാണ്. ഒമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് അല്പമല്ലാതെ വിവരം നൽകപ്പെട്ടിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഭൂമിയിലേക്ക് ഇറക്കിയ വിവരം തന്നെ, അമ്പിയാക്കളുടെ വിവരം എടുത്താൽ തന്നെ കുറച്ച് ഇറക്കിയിട്ടുള്ളൂ. അതിന് ദേശം നമുക്ക് കിട്ടുമ്പോഴത്തിന് നമ്മൾ വലുതാകരുത്. വിവരത്തിനനുസരിച്ച് മനുഷ്യൻ ചെറുതാവണം. നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ വലുതാകണ വിവരമല്ല, നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ചെറുതാവുന്ന വിവരമാണ്. അപ്പോൾ വിവരം പഠിച്ചാൽ കിട്ടേണ്ടത് വിവരം ഉണ്ടായില്ലല്ലോ എന്ന വിവരമാണ്. അതിനാണ് ഒറിജിനൽ വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിനയത്തിനാണ് മനുഷ്യൻ്റെ വിജ്ഞാനം ഉപകരിക്കേണ്ടത്. അവനെയാണ് ആളുകൾ അംഗീകരിക്കുന്നത്, അവനെയാണ് മലക്കുകൾ അംഗീകരിക്കുന്നത്, അവനെയാണ് അള്ളാഹും അംഗീകരിക്കുന്നത്. ഏറ്റവും വിവരമുള്ള ആൾക്കാരൊക്കെ നമ്മൾ നോക്കിയാൽ അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സയ്യിദുന അലി റളിയല്ലാഹുവിനെ കുറിച്ച്, ഞാൻ ഇൽമിൻ്റെ പട്ടണവും അലി അതിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും കൂടെ നടക്കുന്നത് പുണ്യനബിൻ്റെ കൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എപ്പോഴും നമ്മൾ സഹവസിച്ചിട്ട് നബിയെക്കുറിച്ച് പോലും നമുക്കുള്ള വിവരം ഉറയിലിട്ട വാളിനെ പോലെയുള്ള വിജ്ഞാനമാണ് എന്നൊരിക്കൽ പറഞ്ഞു. ഉറയിലിട്ട വാളിനെ പറ്റി എന്ത് വിവരം ഉണ്ടാകുക? അതൊരു വാളാന്ന് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. ഇരുമ്പാണോ, സ്റ്റീലിൻ്റെ ആണോ, വെള്ളിൻ്റെ ആണോ, മൂർച്ചുണ്ടോ, വെള്ളിൻ്റെ കെട്ടുണ്ടോ, സ്വർണത്തിൻ്റെ കെട്ടുണ്ടോ, ഒരൈഡിയും കിട്ടൂല. ഒരു വാളാണ് എന്ന് കിട്ടും, അത്രേ കിട്ടുള്ളൂ എന്ന് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തുടങ്ങിയോടെ തന്നെയാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അന്തമില്ലാത്തൊരനന്ത കോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ
അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ളന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം. ജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ളന്തരം ആനയും പേനും കണക്കയത്രേ. അജ്ഞൻ പ്രഭുവായിട്ടെന്തു കാര്യം, മഹാ വിജ്ഞൻ ദരിദ്രനാണെങ്കിലെന്ത്. ശുദ്ധാജലമൊഴും കൊച്ചു സരസിൻ്റെ ശ്രേഷ്ഠത ആഴിപ്പരപ്പിനുണ്ടോ. നിശ്ചയം ആ കടൽ വെള്ളമുപ്പാർന്നതാം കൊച്ചു സരസിലോ സ്വച്ഛവെള്ളം. മിന്നാമിനുങ്ങിൻ കുലമൊത്തു ചേർന്നുകൊണ്ടൊന്നിച്ചു മിന്നാൻ തുടങ്ങിയാലും പാലൊളി തൂകുന്ന പൗർണമി കൊക്കുമോ വിണ്ണിൽ പ്രകാശം പരത്തിടുമോ. അള്ളാഹു നാഫിയായ ഇൽമ തരട്ടെ. നമ്മളെല്ലാവരെയും മുഖ്റവിയായ ആലിമീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.